ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് റെയിൽവേ പാലത്തിൻ്റെ ഏരിയയിലേക്കാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റെയിൽവേ പാലത്തിൻ്റെ കാഴ്ചയൊക്കെ നമുക്ക് കാണാം. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അവിടെ നല്ല പച്ചപ്പും ഇതൊക്കെ നിറഞ്ഞ നല്ലൊരു പ്രകൃതിപരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ വന്ന് കാണേണ്ട ഒരു തന്നെയാണ്. അപ്പോൾ നമുക്കത് ഫുൾ വീഡിയോസ് ഒന്ന് കാണാൻ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോസ് കാണുക, ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കിത് എന്താണെന്ന് മനസ്സിലാവുക. അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ ഒരു സൈഡിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതാണ് ദൂതപ്പുഴയാണ് നമ്മൾ കാണുന്നത്. ദൂതപ്പുഴയുടെ ഒരു ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റെയിൽവേ പാലത്തിൻ്റെ അടുത്തുള്ള ആ പുഴയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ പോയിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടുത്തെ പച്ചപ്പ് നിറഞ്ഞ പ്രകൃതിയായ സ്ഥലങ്ങളും മരങ്ങളും റെയിൽ പക്കത്തുള്ള മരങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ദൂതപ്പുഴയുടെ ഒരു ബോർഡാണിത്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് നല്ലൊരു ഭംഗിയായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ പോയിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ദൂതപ്പുഴ നല്ല മണലും ഇതൊക്കെ ഇപ്പോൾ വെള്ളം കുറച്ച് കുറഞ്ഞിരിക്കുകയാണ്. ഈ വെള്ളമൊക്കെ കണ്ടാൽ നമുക്ക് കുളിക്കാനും ഇതൊക്കെ നല്ല തോന്നും. വെള്ളം കണ്ടാൽ കുളിക്കാനും ഇതൊക്കെ പാലത്തിൻ്റെ അടുത്താണ്. നല്ലൊരു പ്രകൃതിയായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണിത്. വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഭാരതപ്പുഴയും ദൂതപ്പുഴയും ഒന്നാവുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ആ കാണുന്ന ഏരിയയാണ് ഭാരതപ്പുഴയും ദൂതപ്പുഴയും ഒന്നാവുന്നത്. ഇപ്പുറത്ത് കാണുന്നതാണ് ദൂതപ്പുഴ, അപ്പുറത്തെ സൈഡിൽ കാണുന്നതാണ് ഭാരതപ്പുഴ. ആ കൊച്ചിയുടെ അപ്പുറത്താണ് ഭാരതപ്പുഴ ഉള്ളത്. ഇപ്പുറത്തെ ദൂതപ്പുഴയും നല്ല പ്രകൃതിയായ സ്ഥലമാണ്. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊന്നും ഇപ്പോൾ നമുക്ക് കാണിക്കണില്ല. പാലത്തിൻ്റെ ഇതൊന്നും പ്രകൃതിയായ പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ്. പാലക്കാടും മലപ്പുറവും ഒന്നാകുന്നൊരു ഏരിയയാണ് ഇവിടെ. അതായത് കരിയണ്ണൂർ, ഇരുമ്പിളിയം അങ്ങനെ ഒന്നാകുന്നൊരു ഏരിയയാണിത്. പാലക്കാട് ജില്ലയും മലപ്പുറം ജില്ലയും കൂടി ഒന്നാകുന്നൊരു റെയിൽവേ പാലമാണിപ്പോൾ ഇത്. ആദ്യം കൂടെ തീവണ്ടി പോകുന്നൊരു കാഴ്ച നമുക്ക് കാണാം.